അപ്പോൾ ആരുമില്ല. അദ്ദേഹത്തിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ആരെയും കാണാറില്ല, വീട്ടിൽ ഞങ്ങൾ ഒരാളെയും കാണാറില്ല. നമ്മൾ പല മന്ത്രിമാരെ നമ്മളത് ഓർത്തു. ഞാനൊക്കെ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ വെളുപ്പിന് 4 മണിക്ക് പോയി നിവേദനങ്ങൾ കൊടുക്കാൻ പോയിട്ടുണ്ട്. അയ്യപ്പേട്ട, ഈ സർക്കാരിന് വേണ്ടി വളരെ കടുത്ത എന്താ പറയുക, ത്യാഗപൂർണമായിട്ടുള്ള എന്ന് തന്നെ പറയാം, ആ രീതിയിൽ ജോലി ചെയ്യുന്ന വിഭാഗമാണ് ഈ ആശാ വർക്കർമാർ. അവരുടെ ഒരു ബുദ്ധിമുട്ട് പറയാൻ വേണ്ടിയിട്ട്, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പറയാൻ വേണ്ടി മന്ത്രിമന്ദിരത്തിൽ മന്ത്രിയെ കാണാൻ ചെല്ലുമ്പോൾ ആട്ടി ഓടിക്കുന്നത് ഒരു നല്ല കീഴ്വഴക്കമല്ല എന്നാണ് തോന്നുന്നത്. ഇവർക്ക് ഇത്തരത്തിൽ പറഞ്ഞ്, അതായത് മന്ത്രിയെ കാണാൻ എത്തുമ്പോൾ മന്ത്രിയുടെ ഭർത്താവ് പറയുകയാണ്, പറ്റില്ല, ഇവിടെ ഞങ്ങൾ ആരെയും കാണാറില്ല. ഈ ഭർത്താവിന് ഇത് പറയാൻ എന്താണ് അവകാശം? അങ്ങനെയാണെങ്കിൽ ഭാര്യ മന്ത്രിയാകുന്നതിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യരുതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പ്രീത ഈ പറയുന്ന പോലെ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി, ഇവർക്ക് എന്ത് സമര പാരമ്പര്യമുണ്ട്? ഇവരേത് ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ മറ്റോ വന്നതാണോ? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് കുറച്ച് അവർക്കൊരു സീറ്റ് കിട്ടുന്നതിന് വേണ്ടി ഈ പറയുന്ന പ്രസ്തുത സ്ഥലത്ത് ഇവരെ സ്ഥാനാർത്ഥിയാക്കുക. പത്തനംതിട്ട പോലൊരു സ്ഥലത്ത് ഇവരുടെ ഭർത്താവ് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ, ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ആള് എന്ന രീതിയിലുള്ളത് കൊണ്ട് ആ വോട്ട് ബാങ്ക് തങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി എന്ന ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ടാണ് ഈ രണ്ടാമത് ടേം ഒരു തവണ ഇവർ MLA ആകുമ്പോൾ ഇവരെ മന്ത്രിയാക്കുന്നത്. അല്ലാതെ ഇവർക്ക് എന്താണ് രാഷ്ട്രീയമെന്നോ, ഇവ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് അവർ ശരിക്കും ഒരു ജേർണലിസ്റ്റ് രീതിയിലായിട്ട് വന്നവരല്ല. അവരൊരു പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് വന്നതാണ്. അവർ പിന്നെ ഈ പറയുന്ന പോലെ അവരോടൊപ്പം ഞാൻ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അവരെ സംബന്ധിച്ച് അവരൊരു ജേർണലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ജേർണലിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡിബേറ്റ്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജേർണലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാം. എന്തായാലും ഒരു മാധ്യമ രംഗത്ത് പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയ്ക്ക് ആ തരത്തിലെങ്കിലും ജനങ്ങളുടെ ഒരു ആവശ്യം അതിനെ മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഒരു മന്ത്രിയാകുമ്പോൾ. തീർച്ചയായിട്ടും മന്ത്രി ആകുമ്പോൾ എന്നല്ല, ഇപ്പം പ്രീത ചോദിച്ചതുപോലെ നിരന്തരം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ കറക്റ്റ് ആ പോയിന്റിലേക്ക് തന്നെ ഞാൻ വരാം. അതായത് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന അവരുടെ നേതാക്കളായിട്ടുള്ളവരൊക്കെ തന്നെ നിയമസഭാ സമ്മേളനം നടക്കുവാണല്ലോ. ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ നിയമസഭയ്ക്കകത്ത് നമ്മൾ ചെന്നാൽ ഈ പറയുന്ന പോലെ കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം നിരവധി മന്ത്രിസഭ പറയുന്ന പോലെ തലസ്ഥാനത്ത് മന്ത്രിമാരുടെ ഓഫീസിലൊക്കെ പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളതാണ്. കാര്യം ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മുടെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചാൽ പോലും നമ്മളൊരു ഭംഗ്യന്തിരാണ് പറയുകയാണെങ്കിൽ നമ്മുടെ അടിയാധാരം വരെ കാണിച്ചാലേ നമ്മളെ അവർ കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പാവങ്ങളായിട്ടുള്ള ഈ പറയുന്ന ആശാവർക്കർമാരെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല. കാര്യം അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ഡോക്ടറിന് സമമായിട്ടുള്ള ആൾക്കാരാണ്, ഡോക്ടേഴ്സിന് സമമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതെന്തോ ആവട്ടെ, അത് അങ്ങനെ കൊച്ചായി കാണാൻ പാടില്ല. ഇവരെ കാണാൻ ചെന്നപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് പിന്നീട് എപ്പോൾ കാണാമെന്ന് ചോദിച്ചപ്പോൾ അവർ വീട്ടിലേക്ക് ചെന്നാൽ മതി, വീട്ടിലേക്ക് വരട്ടെ, കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനും വ്യക്തമായ മറുപടി അവർക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇത്രയും ചോദിക്കാനുള്ളത്, നമ്മുടെ വോട്ട് ചെയ്ത് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട നമ്മുടെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തിയെ കാണുന്നതിന് നമ്മൾ എന്തിന് ഇത്രയും കടമ്പകൾ കടക്കേണ്ടി വരുന്നു എന്നുള്ളൊരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ് നമുക്കിവിടെ ചോദിക്കേണ്ടി വരുന്നത്. അതായത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഐഡന്റിറ്റി കാർഡ്, നമ്മളൊരു മീഡിയ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി കാർഡ് പോലും കാണിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. അവിടെ ഉമ്മൻചാണ്ടി സാർ ഭരിക്കുന്ന സമയത്ത്, നയനാർ ഭരിക്കുന്ന സമയത്ത്, VS ഭരിക്കുന്ന സമയത്ത് ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങളുടെ കഴുത്തിലെ ടാഗ് കണ്ടാൽ മതി, സെക്യൂരിറ്റിക്കാരെ നമ്മളെ അറിയാൻ കയറ്റി വിടും. ഇതങ്ങനെയല്ല. ഇത് ഈ പറയുന്ന പോലെ ഇതുവരെ ഈ നമ്മളെ എന്താ പറയുക, അവര് ജനങ്ങളാൽ വന്ന ഒരു മന്ത്രിയൊന്നുമല്ല. മനുഷ്യനാകണം എന്ന് പറയുന്നതാണ്. ചേട്ടൻ മുൻപ് സൂചിപ്പിച്ച മുഖ്യമന്ത്രിമാരെല്ലാം മനുഷ്യരായിരുന്നു, മനുഷ്യന്റെ വികാരം അറിയുന്നവരായിരുന്നു. അത് പ്രീത പറഞ്ഞ ശരിയാണ്. കാര്യം ഈ പോയ ആശാവർക്കർമാരായിട്ടുള്ള ആ മഹതികൾ അവർ പറഞ്ഞ എന്തെന്നറിയോ, ഉമ്മൻചാണ്ടി സാർ ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മുംബൈയിൽ ഒരു നേഴ്സിംഗ്, ഇടുക്കിക്കാരിയായ ഒരു പെൺകുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞു. മരണപ്പെട്ടു, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ ഇവർ വിളിക്കുന്നു.
ഈ പറയുന്ന പ്രസ്തുത ലേഡി വിളിക്കുന്നു. ഉമ്മൻചാണ്ടി സാറ് വരാൻ, നിങ്ങൾ വരൂ കാണാമെന്ന് പറഞ്ഞു. വെളുപ്പാങ്കാലം 5 മണിക്ക്. അത് എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജേർണലിസ്റ്റുകളുടെ ഒരു സംഘടന, ജേർണലിസ്റ്റുകളിൽ ഐ മീൻ ഞങ്ങളുടെ ജീവനക്കാരുടെ ഒരു സംഘടന, ക്യാമറമാന്മാർ, എഡിറ്റർമാരൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കി. അപ്പോൾ ഒരു 5 മണിക്കൊക്കെ ചെല്ലാൻ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് 5 മണിയോ 4 മണിയോ 6 മണിയോ ഒന്നും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു വിഷയമായിരുന്നില്ല. അപ്പോൾ ഈ മഹതി പറഞ്ഞത് ഞങ്ങളെ ചെല്ലും മുമ്പ് കറക്റ്റായിട്ട് ഉമ്മൻചാണ്ടി സാർ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പേരെഴുതി കൊടുത്തിരുന്നു, അവരെ കടത്തിവിട്ടേക്കോ എന്ന് പറഞ്ഞു. ആ കാര്യം അവർ കടന്നു ചെല്ലുന്നു, ഉമ്മൻചാണ്ടി ഫോൺ എടുക്കുന്നു, കൺസേൺ സ്ഥലത്തേക്ക് വിളിക്കുന്നു, ആ മൃതശരീരം എത്തിക്കുന്നു. അവിടെയാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവ് അദ്ദേഹം ഇപ്പോൾ പലരും പിന്നെ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പല ചർച്ചകൾ വരുമ്പോൾ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ മഹത്വവൽക്കരിക്കുന്നു എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് ഇന്ന് വരെ ഞങ്ങൾ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. കാര്യം അവിടെയാണ് ഇപ്പോൾ ഈ കാണുന്ന മുഖ്യമന്ത്രിയും ഈ മന്ത്രിമാരും ആ പഴയ പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ കൂടെ മന്ത്രി കെ സി ജോസഫ് ഞങ്ങളുടെ ഒരു ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് ആ കൺസേൺഡ് ഉദ്യോഗസ്ഥൻ ഞങ്ങളെ തടയാൻ ശ്രമിച്ചു. PRDയിലെ ഡയറക്ടറാണ് അദ്ദേഹം. പെൻഷൻ പറ്റി പോവുകയോ മരണപ്പെടുകയോ ചെയ്തു. അതിനെ ഞങ്ങൾ ഓവർകം ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഞങ്ങളെ ഈ പറഞ്ഞ പ്രസ്തുത ഉദ്യോഗസ്ഥൻ ഞങ്ങളെ കാര്യം പറയാൻ അനുവദിക്കാതെ ഞങ്ങളെ തടഞ്ഞപ്പോൾ അന്ന് കെ സി ജോസഫ് നിങ്ങൾ അവിടെ ഇരിക്കൂ, അവർ പറയുന്നത് ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ ആരെക്കുറിച്ചും ഞങ്ങൾ പുകഴ്ത്തി പറയുന്നതൊന്നുമല്ല, ഞങ്ങളുടെ അനുഭവത്തിൻ്റെ പുറത്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ വീണ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രി കാണിച്ചത് ഏറ്റവും വലിയ തെറ്റാണ്. കാര്യം അവരുടെ ഭർത്താവ്, അതിനേക്കാൾ വേറൊരു രസം എന്നറിയോ, ഈ വിഷയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സംസാരത്തിനിടയ്ക്ക് നമ്മൾ അവരുടെ ഒരു ക്ലിപ്പിംഗ് കൂടെ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ ഭർത്താവ് മന്ത്രിമന്ദിരത്തിലല്ല താമസിക്കുന്നത്, വല്ലപ്പോഴും അദ്ദേഹം അവിടെ വരും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അങ്ങനെ പറഞ്ഞതിൻ്റെ ദുരുദ്ദേശം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവിടേക്ക് വരാൻ ഇഷ്ടപ്പെടാത്ത ഞങ്ങൾ താമസിക്കുന്ന വീടുണ്ട് പത്തനംതിട്ടയിൽ അങ്ങാടിക്കൽ. അവിടെ ആരും വന്നിട്ടില്ല. നമുക്ക് അവിടെ CCTV ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇനി അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ, അദ്ദേഹം അവിടെയാണ് ഉള്ളത്. അവിടുത്തെ CCTV നമുക്ക് നോക്കാം. അവിടെ ആരും വന്നിട്ടില്ല. മന്ത്രി പറയുന്നത് ശ്രദ്ധിച്ചാൽ പിണറായി വിജയൻ പറയുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. അവരതിനെ വക്രീകരിച്ച് അവരുടെ ഭർത്താവ്, അവരുടെ ഈ ഔദ്യോഗിക തക്കാട് ഹൗസ്, തക്കാട് ഹൗസാണ്. ഈ തക്കാട് ഹൗസിൽ അവരുടെ ഭർത്താവ് വരാറില്ല. അവരുടെ വീട് പത്തനംതിട്ട അങ്ങാടിപ്പുറത്തോ അവിടെയാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ആരാണ് ജനൽ തുറന്ന് സംസാരിച്ചത്? അതിന് വേറൊരു രീതിയിൽ, അതായത് CPMന്റെ ഒരു വൃത്തികെട്ട സംസ്കാരമുണ്ട്, ഒളിക്യാമറ സംസ്കാരമൊക്കെ ഉണ്ടല്ലോ. ക്യാപിറ്റലിനകത്ത് ക്യാമറ വെച്ച് ഗോപി കോട്ടമുറിക്കലിനെ പിടിച്ച് ഈ ജില്ലാ ഓഫീസിൽ വെച്ച് അത്തരത്തിലൊരു വക്രീകരിച്ച്, അതായത് ഇവർക്ക് മാത്രമേ കിഡ്നി ഉള്ളൂ, ബാക്കി നമുക്ക് ആർക്കും കിഡ്നി ഇല്ല. പറഞ്ഞത് നമ്മൾ ഇതാണെങ്കിൽ നമ്മൾ പറയുന്ന അരിയെക്കുറിച്ചാണെങ്കിൽ അവർ പറയുന്നത് പയറഞ്ഞാഴി എന്നാണ്. ഇത് ആരും കൂടെ പിണറായി വിജയനെ ഉള്ളു കപ്പിത്താൻ എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ പിണറായി വിജയനെ പഠിച്ച് വീണ ജോർജ് എന്താ നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കുകയാണ് സാധാരണക്കാരെ. വീണ ജോർജിന് പിണറായി വിജയനെ പഠിക്കാൻ മറ്റു പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അതൊന്നും പഠിക്കുന്നില്ല. ഞാൻ സംസാരിച്ചു തുടങ്ങിയാലേ ഞങ്ങള് ഈ പറയുന്ന പോലെ ഇവർ ആരോഗ്യമന്ത്രിയായി, ഇവർ MLA ആയിരുന്നു ഈ മഹതി. ഞങ്ങൾ അവരോടൊപ്പം ജോലി ചെയ്ത ആൾക്കാരാണ്. എനിക്കൊരു പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ തീയതി കിട്ടുന്നതിന് ഞാൻ അവരുടെ അടുത്ത് പോയൊന്നുമില്ല. ഞങ്ങൾ ആരും പോയിട്ടില്ല. ഞങ്ങൾ കൂട്ടായ തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരൊറ്റ കാര്യത്തിന് ആ മഹതിയുടെ അടുത്ത് പോകില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ വന്ന ആ ആശാവർക്കർമാരായ സ്ത്രീകളെ പിന്നെ ഒരുമാതിരി ആട്ടിപ്പായിക്കുന്ന പോലെ പറഞ്ഞു വെച്ചില്ലേ, മന്ത്രിമന്ദിരം എന്ന് പറഞ്ഞാൽ ആർക്കും ചെന്ന് വരാതെ. ചേട്ടൻ മാധ്യമ പ്രവർത്തകനായിരുന്നതുകൊണ്ട് ചേട്ടന് ഈ കാര്യങ്ങൾ അറിയാം. പക്ഷേ ഒരു സാധാരണ ജനവിഭാഗമായി അടിത്തട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഇവർക്ക് മറ്റു വഴികളൊന്നുമില്ല. അതാണ് അവരത് പറഞ്ഞു, അവർ വ്യക്തമായിട്ട് പറഞ്ഞു. ഞങ്ങൾ അവിടെ കാണാൻ പോയി. ഞങ്ങൾ വന്ന് അവർ പറഞ്ഞതാണ്, അവരുടെ ഭാഷയാണ് ആ വന്ന് സംസാരിച്ചത്. അതവരുടെ സഹോദരനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഭർത്താവായിരിക്കാം. ആ പറഞ്ഞ പോർഷൻ നിങ്ങൾ മാറ്റി നിർത്തൂ എന്നവർ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ പറഞ്ഞത് എങ്ങനെയെന്നറിയോ, അവർ താമസിക്കുന്ന അങ്ങാടിപ്പുറത്താണ്. അവിടെ ഇനി ആരെങ്കിലും വന്നോ എന്ന് അവിടുത്തെ CCTV പരിശോധിക്കാം. നമ്മൾ പറയുന്നത് ഇവിടെയാണ് അവരുടെ മന്ത്രിമന്ദിരത്തിൽ പോയെന്നാ. അപ്പൊ അവരുടെ മറുപടി തിരിച്ച് അവിടെ പോയതാണോ? ഇത് ആരെ കൂടെയാണ് ഇവർ സംസാരിക്കുന്നത്? ആരെ കൂടെയാണ് സംസാരിക്കുക? അപ്പൊ ഇതിൽ നിന്ന് ഒറ്റ കാര്യം മാത്രമേ നമുക്ക് സംസാരിക്കാനുള്ളൂ. അതായത് ഈ പറയുന്ന കോവിഡ് കാലത്ത് നിപ്പ ഞാൻ പറഞ്ഞില്ല, ഈ അടുത്തിടയ്ക്ക് കോഴിക്കോട് പിന്നെയും നിപ്പ പടർന്നെന്ന് പറഞ്ഞു. നിങ്ങൾ ധരിക്കുന്നുണ്ടോ അവിടെ ഇരിക്കുന്ന ഡോക്ടർമാരാണ് ഇറങ്ങിയിടുന്നെല്ലാം പരിശോധിച്ചെന്ന്, അവരാണ് എല്ലാം നോക്കിയെന്ന്, അവർ പോയി വീട് വീരാന്തരം കയറുമെന്ന്? ഈ പറയുന്ന പാവ സ്ത്രീകളാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്.
കോവിഡിന്റെ സമയം മാത്രം ആലോചിച്ചാൽ മതിയല്ലോ കേട്ടോ. അത് മാത്രം ആലോചിച്ചാൽ അവർ എത്രത്തോളം സേവനം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇവർ പറയുന്ന അടിക്കടി വിരൽ തുമ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ അടിത്തട്ടിലുള്ള വർക്ക് ചെയ്യുന്ന ഇവരാണ്. അവരെ മറന്നുകൊണ്ട് ഇന്ന് ആരോഗ്യ രംഗത്ത് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവർ പറയുന്ന സൈറ്റുകളിലേക്കൊക്കെ അവരാണ് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ പിന്നെ ഇവരെ കാണാതെ ആരോഗ്യമന്ത്രി പിന്നെ മറ്റാരെയാണ് കാണേണ്ടതെന്നുള്ള ചോദ്യമുണ്ടല്ലോ. സംസ്ഥാന സർക്കാർ പിന്നെ ആരെ കാണണ്ടേ? അതാ പറയണേ, ഇവര് ആരോഗ്യമന്ത്രി അല്ലാതെ മറ്റാരെ കാണണം? ഇവർക്ക് വേണ്ടി ഇത്രമേൽ വർക്ക് ചെയ്യുന്ന ഈ കോവിഡ് കാലത്തും ഒക്കെ, ചേട്ടൻ പറഞ്ഞ പോലെ നിപ്പ കാലത്താണെങ്കിലും വർക്ക് ചെയ്യുന്ന ഇവർക്കൊക്കെ അവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് എന്താന്ന് നോക്കിയാൽ മതി. അടിത്തട്ടിൽ ഇറങ്ങിയെന്ന് ഇതിന്റെ വേരുകൾ എവിടെ വരെ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ആ വിവരങ്ങൾ എത്തിക്കുന്നത് ഈ വിഭാഗമാണ്. അവരെ മറന്നുകൊണ്ട് ആരോഗ്യ രംഗത്ത് ഇന്ന് ഒരു ചുവടുവയ്പ്പിനും സാധിക്കില്ല. അപ്പൊ പിന്നെ ഈ മന്ത്രി കാണിക്കുന്നത് ശുദ്ധ തോന്നിയവാസവും പോക്കൃത്തരവുമാണെന്ന് തന്നെ പറയേണ്ടി വരും. ജനങ്ങളാൽ തെരഞ്ഞെടുത്ത് വിട്ട ഒരു മന്ത്രി, ജനങ്ങളുടെ നികുതിയിലുള്ള മന്ത്രിമന്ദിരം, അവിടെ എനിക്കും പോവാം നിങ്ങൾക്കും പോവാം, അവർക്ക് പരാതി കൊടുക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ മാധ്യമ പ്രവർത്തകർ തീരുമാനിച്ച് ഞങ്ങൾ ആരും അവരുടെ അടുത്ത് പോകില്ല എന്നുള്ള അത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ പ്രീത പറഞ്ഞതുപോലെ അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ ഈ പോയതിൽ എന്ത് തെറ്റ്? അതിൽ തെറ്റെന്ന് ഞാനതാ ചോദിക്കുന്നത്. അവർ ആരോഗ്യ വകുപ്പിൽ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ആരോഗ്യ വകുപ്പിൽ അല്ലാണ്ട് റവന്യൂ വകുപ്പിൽ പോയി അവർക്ക് ചോദിക്കാൻ പറ്റുമോ? റവന്യൂ മന്ത്രിയുടെ അടുത്ത് പോയിട്ട് ഇക്കാര്യം ചോദിക്കാൻ പറ്റുമോ? ഒരിക്കലും അതൊന്നും ഒരു മറുപടിയല്ല. ഏതായാലും നമ്മൾ സംസാരിച്ച് വന്നിരുമ്പോഴത്തേക്ക് ശരിക്കും ഈ പറയുന്ന രീതിയിൽ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല തന്നെ. അതായത് ഏഴാം കൂലികളാണല്ലോ, അവരെ വെറും ഏഴാം കൂലികളായി കണ്ട് വെറുതെ തരം താണ നിലയിലായിപ്പോയി ആ പ്രവൃത്തി, ആ വാക്കുകൾ. അത് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. മുൻകാല അനുഭവങ്ങളോ, ഒരു മന്ത്രി ഇതിന് മുമ്പിരുന്നിരുന്നു, അവരെല്ലാവരെയും മാനിച്ചിരുന്നു. അല്ല, ശൈലജ ടീച്ചറിനെ സംബന്ധിച്ച് പറയുമ്പോഴേ, ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചും ശൈലജ ടീച്ചറൊക്കെ മന്ത്രിമന്ദിരത്തിലോ അല്ലെങ്കിൽ അവർ ഏർപ്പെടുത്തിയ ഡോക്ടേഴ്സ് അവിടെ ഇരിക്കുന്ന സീറ്റിലേ ഇരുന്നിട്ടുള്ളൂ. ശൈലജ ടീച്ചറിനൊക്കെ ക്രെഡിറ്റ് കിട്ടിയത് ഈ പാവ ആശാവർക്കർ. അതെ, പക്ഷെ അവരെ മാനിച്ചിട്ടുണ്ട്. അവരൊരു മാനിക്കണമല്ലോ. അതൊരു രാഷ്ട്രീയ, നമ്മൾ നേരത്തെ ആ ഒരു രാഷ്ട്രീയപരമായിട്ടെങ്കിലും നിലനിന്ന് പോകാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കും. ഞാൻ മന്ത്രിയാണ്, പക്ഷെ എനിക്ക് ഇവരെ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു സത്യമാണ് ചേട്ടാ. പുകമുറ സൃഷ്ടിക്കുന്നതെന്ന് ഇവർക്ക് ഇഷ്ടമല്ല. ഇവർക്ക് എല്ലാം ഡയറക്റ്റ് അങ്ങ് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഭരണകൂടങ്ങളെല്ലാം തന്നെയും ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അടിച്ചമർത്തുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ? അത്തരത്തിലൊരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമായി തീർന്നിരിക്കുന്നു. പേരിന് ഇടതുപക്ഷത്തിന്റെ സർക്കാർ എന്ന് പറയുന്നു. അത്രേ എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ എനിക്ക് കണ്ടിട്ട് നമുക്ക് വേറൊന്നും പറയാനില്ല. കാരണം കൂടുതൽ പറയാൻ വന്നു കഴിഞ്ഞാലേ എനിക്ക് ചിലപ്പോ നമ്മൾ ചോദിക്കില്ലേ ഈ പ്രായത്തിൽ ഇനി എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാണ്? എന്റെ ടെമ്പോ ഒക്കെ വിട്ടുപോകും. കാര്യം പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തി ആയതുകൊണ്ട് അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. അതെ.